നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം എന്നത് നമ്മുടെ ജീവനെ കൂടി വിലമതിക്കുക എന്നതാണ്. ആർക്കാണ് പകരമാകുന്നത്? എന്തിനാണ് പകരമാകുക? ഈ ഭൂമിയിൽ ഒറ്റ മനുഷ്യനേ ഉള്ളൂ, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ. അവിടെയെങ്ങും ഇനി പകരം വെക്കാൻ ആരും ഉണ്ടാകില്ല. പകരം വെക്കാനില്ലാത്ത സൗന്ദര്യത്തിന്റെയും അഭിനയത്തിന്റെയും മൂർത്തീഭാവമായ നടി ശ്രീദേവിയുടെ ജീവിത വഴികളും മരണവും അതുണ്ടാക്കി വെച്ച ചില സംഘർഷഭരിതമായ അനുഭവങ്ങളുമാകട്ടെ ഈ എപ്പിസോഡ്. നടൻ പ്രകാശ് രാജ് നടി ശ്രീദേവിയെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ആണിന്റെ സൗന്ദര്യമാണ് എടുത്തു പറയുന്നത്. ആനയെക്കുറിച്ച് പറഞ്ഞാൽ കൊമ്പനാന, മയിലിനെ കുറിച്ച് പറഞ്ഞാൽ പീലി നിവർത്തി നൃത്തമാടുന്ന ആൺമയിൽ, മാനിനെ കുറിച്ച് പറഞ്ഞാൽ കൊമ്പുള്ള കലമാൻ, വീട്ടിലെ പൂവങ്കോഴി മുതൽ കാട്ടിലെ സിംഹം വരെ അങ്ങനെ ഉദാഹരണമായി പറയാം. പക്ഷെ മനുഷ്യരെ എടുത്താൽ സൗന്ദര്യത്തിന്റെ മുന്നിൽ സ്ത്രീകളാണ്. ഇന്ത്യൻ സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു ശ്രീദേവി എന്ന നടി. അനവധി കോടിക്കണക്കിന് ആരാധകരുള്ള ശ്രീദേവി എന്ന നടിയെക്കുറിച്ച് CNN എന്ന ചാനലിന്റെ ഒരു റിസർച്ച് വിങ് നടത്തിയ പഠനത്തിൽ 100 വർഷത്തിനകത്ത് ഇത്രയധികം ആരാധകരുള്ള ഒരു നടി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. സംവിധായകൻ രാം ഗോപാൽ വർമ്മ പറയുന്നു, ഷൂട്ടിങ്ങിടത്തേക്ക് ശ്രീദേവി വരുമ്പോൾ അവിടം പൊടിപടലം ഉയരും. അപ്പോൾ മനസ്സിലാവും ശ്രീദേവി എത്തിയെന്ന്. പൊടിപടലങ്ങൾ ഉയരുന്നതിന്റെ കാരണം ശ്രീദേവിയുടെ കാറിന്റെ പിന്നാലെ ഓടുന്ന ആയിരക്കണക്കിന് ആരാധകരുടെ ഓട്ടത്തിനിടയിൽ കാൽപാദങ്ങളുടെ അടിയിൽ നിന്ന് ഉയരുന്ന പൊടികളാണവ. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഡാർലിംഗ്, ഇന്ത്യയുടെ ഒരു ദേശീയ പക്ഷിയെ പോലെയും ഇവരെ കരുതാം. 4 വയസ്സിൽ ആരംഭിച്ച അഭിനയം 54-ാം വയസ്സിൽ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഏതാണ്ട് 50 വർഷം കൊണ്ട് 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. അവർ ചെന്ന് തന്റെ അഭിനയ മുദ്ര പതിപ്പിച്ചിടത്തൊക്കെ 1-ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനി അഭിനയത്തിലായാലും സൗന്ദര്യത്തിലായാലും. മലയാളത്തിൽ 1-ാം സ്ഥാനം, തമിഴിൽ 1-ാം സ്ഥാനം, തെലുങ്കിൽ 1-ാം സ്ഥാനം, ഹിന്ദിയിലും 1-ാം സ്ഥാനം. ഇന്ത്യയിൽ ഒരു നടിക്കും കിട്ടാത്തതാണ് എല്ലാ ഭാഷയിലും നേടിയ ഈ 1-ാം സ്ഥാനം. 4-ാമത്തെ വയസ്സിൽ ആദ്യമായി വേഷമിട്ടത് ബാലമുരുകനായിട്ടാണ്. അതിന് വഴിയൊരുക്കിയത് കവിஞർ കണ്ണദാസനും. ശ്രീദേവി 4-ാമത്തെ വയസ്സിൽ പിതാവിനോടൊപ്പം അവിടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയപ്പോൾ കണ്ണദാസനും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞ് ശ്രീദേവിയെ കണ്ടപ്പോൾ കണ്ണദാസൻ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ മുഖം ബാലമുരുകന് പറ്റിയതാണ്. അങ്ങനെ കണ്ണദാസൻ കൈപിടിച്ചു കൊണ്ടുവന്ന കൊച്ചുകുട്ടിയാണ് ശ്രീദേവി എന്ന നടി. ആ പ്രായത്തിൽ കുഞ്ഞ് ശ്രീദേവിയെ നിർത്തിക്കൊണ്ട് ശിവാജി ഗണേശൻ ബാബു എന്ന ചിത്രത്തിൽ പാടുന്ന ഒരു ഗാനരംഗമുണ്ട്. ആ കുരുന്നു മുഖത്ത് നോക്കി ശിവാജി ഗണേശൻ പാടുന്നു, ഇതോ എന്തൻ ദൈവം മുന്നാലേ ഞാൻ ഒരേ ഒരു പുന്നകയിൽ കണ്ടേനെ. ദൈവം മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ നിഷ്കളങ്കമായ നിന്റെ ചിരിയിൽ എനിക്ക് ദൈവത്തെ കാണാൻ സാധിച്ചു എന്നാണ് ആ വരികളുടെ അർത്ഥം. ഇത് നമ്മുടെ മലയാള ചിത്രമായ ഓടയിൽ നിന്ന് എന്ന സിനിമയുടെ റീമേക്കുമായിരുന്നു. അതിൽ പറഞ്ഞതുപോലെ പിന്നീട് അവർ തമിഴ് സിനിമാ പ്രേമികളുടെ ദേവതയായി വളരുകയായിരുന്നു. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, അവർ ആദ്യം നായികയായി അഭിനയിച്ച മൂன்று മുടിച്ചി എന്ന തമിഴ് ചിത്രത്തിൽ കമലഹാസന്റെയും രജനീകാന്തിന്റെയും നായികയായി അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ചിത്രത്തിന്റെ സംവിധായകൻ കെ ബാലചന്ദ്രനിൽ നിന്നാണ് താൻ അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചതെന്ന് ശ്രീദേവി ഓർമ്മിക്കാറുണ്ടായിരുന്നു. കെ ബാലചന്ദ്രയുടെ സ്കൂളിലൂടെ കടന്നു വന്നിട്ടുള്ള ആരും പാഴായിട്ടില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. മലയാളത്തിൽ IV ശശി ചിത്രങ്ങളിലാണ് ശ്രീദേവി കൂടുതലും നായിക വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ പലതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുമായിരുന്നു. ആലിംഗനം, അംഗീകാരം, അകലെ ആകാശം, ആ നിമിഷം, ഊഞ്ഞാൽ എന്നീ ചിത്രങ്ങൾ ശ്രദ്ധേയമാണ്. പിന്നീട് പ്രേംനസീറിന്റെ നായികയായി തുലാവർഷം എന്ന ചിത്രത്തിലും അഭിനയിച്ചു. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിൽ കമലഹാസനും ശ്രീദേവിയുമായിരുന്നു നായികനായകന്മാർ. ശരിക്കും മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ചിത്രമായി അതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം അതെല്ലാ ഭാഷകളിലും മൊഴിമാറ്റം നടത്തി സൂപ്പർ ഹിറ്റായി ഓടിയ ചിത്രവുമാണ്. അവർ അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് ഭരതൻ സംവിധാനം ചെയ്ത ദേവരാഗം എന്ന സിനിമയിലാണ്. ആ ചിത്രത്തിൽ
ചിത്രത്തിലെ ഗാനരംഗങ്ങൾ പുതുതലമുറ പോലും സ്റ്റേജുകളിൽ പാടുകയും ഡാൻസ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു മലയാള ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മലയാള സിനിമയിലെ ഓർമ്മകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, അതൊരു സുന്ദര സ്വപ്നമാണ്. സിനിമ എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ അവർക്ക് ലഭിച്ച സംസ്ഥാനത്തെ ഏറ്റവും നല്ല ബാലനടിക്ക് കിട്ടിയ അവാർഡ് 1971 അവർക്ക് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ലഭിച്ചത് പൂമ്പാറ്റ എന്ന ചിത്രത്തിലൂടെയാണ്. അവരോട് മലയാള സിനിമയിലെ മറക്കാനാകാത്ത അനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് അവർ അഭിനയിച്ച ഒരു നല്ലൊരു സിനിമയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംവിധായകന്റെ പേരോ ആണ്. എന്നാൽ അവർ പറഞ്ഞത് മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ലെജൻഡ് പ്രേംനസീറുമായി അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹമൊത്തുള്ള ഓർമ്മകളുടെ നിമിഷങ്ങൾ മഹാഭാഗ്യമായി കരുതുന്നു എന്നും അവർ പറഞ്ഞു. സിനിമാ നടികളിൽ സൂപ്പർ സ്റ്റാർ എന്ന പദവി ആദ്യമായി കരസ്ഥമാക്കിയത് ശ്രീദേവിയാണ്. കമലഹാസന്റെ കൂടെ 40ഓളം ചിത്രത്തിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ടെന്ന് ശ്രീദേവി അവകാശപ്പെടുന്നുണ്ട്. ഈ എണ്ണത്തിൽ കമലഹാസനുമായി ചില തർക്കങ്ങളുണ്ടെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദിയിലെ ആദ്യ ചിത്രം വൻ പരാജയമായിരുന്നു എങ്കിലും രണ്ടാമത്തെ ചിത്രം ഹിമ്മത്ത് വാല വൻ വിജയവുമായിരുന്നു. നഗീന എന്നൊരു ചിത്രം കൂടി റിലീസ് കഴിഞ്ഞപ്പോൾ അവരുടെ സിംഹാസനം ഹിന്ദിയിൽ ഉറപ്പായി കഴിഞ്ഞു. ഹിന്ദിയിലെ മുൻനിര നായികമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് ശ്രീദേവിയായിരുന്നു. മിസ്റ്റർ ഇന്ത്യ എന്ന ഹിന്ദി ചിത്രത്തിലെ ശ്രീദേവിയുടെ ഗാനരംഗങ്ങൾ ഇന്ത്യ മുഴുവനും അലയടിച്ചു. പണവും പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ നേടിക്കഴിഞ്ഞപ്പോൾ ഹിന്ദി നടനായ മിഥുൻ ചക്രവർത്തിയുമായി ലിവിംഗ് ടുഗദറിലാണെന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല. അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളതായിരുന്നു വാർത്ത. ആഡംബര വസ്ത്രങ്ങളും വജ്രാഭരണങ്ങളും ധരിച്ച് സൂപ്പർ ലക്ഷറിയസ് കാറിൽ സഞ്ചരിക്കുമ്പോഴും അവർ മനസ്സുകൊണ്ട് സന്തോഷവതിയായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ അതീവ ദുഃഖിതയുമായിരുന്നു. ഒരു കുടുംബജീവിതം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒരുക്കി സ്കൂളിലേക്ക് അയക്കുന്നതും സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നതും അവരെ എക്സ്കർഷൻ അയക്കുന്നതും പേരൻസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതും ഒക്കെ അവരുടെ ജീവിതത്തിലെ അടങ്ങാത്ത ആഗ്രഹങ്ങളായിരുന്നു. ഇത്തരം അടങ്ങാത്ത ആഗ്രഹങ്ങളും മനസ്സിലെ മറ്റ് വേദനകളും പേറി നിൽക്കുമ്പോഴാണ് പ്രബല ഹിന്ദി നിർമ്മാതാവായ ബോണി കപൂറുമായി അടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ലേഡി സൂപ്പർ സ്റ്റാർ ബോണി കപൂറിനെ വിവാഹം കഴിക്കുന്നു. ഹിന്ദി നടിമാരായ വൈജയന്തിമാല, ഹേമമാലിനി, ജയപ്രദ, പിന്നെ ശ്രീദേവി, ഇവരുടെയെല്ലാം ജീവിതകഥ ഏകദേശം ഒരേപോലെയാണ്. ഇവരെല്ലാം തന്നെ ഭാര്യയും മക്കളുമുള്ളവരെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. ബോണി കപൂറുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ശ്രീദേവി അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. അവർ സ്വപ്നം കണ്ട കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അവർക്ക് 2 പെൺകുട്ടികളും ജനിച്ചു. പിന്നീട് നീണ്ട 15 വർഷത്തിന് ശേഷം അവർ വീണ്ടും അഭിനയ രംഗത്തേക്ക് ഇറങ്ങി. അവർ അഭിനയിച്ച ഇംഗ്ലീഷ്, വിംഗ്ലീഷ്, മം എന്നീ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 2018 ഫെബ്രുവരി 18 ദുബായിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി തന്റെ ഭർത്താവും ഇളയ മകളുമായി ദുബായിലേക്ക് പറന്നു. ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഫെബ്രുവരി 21 ഭർത്താവും ഇളയ മകളും ദുബായിൽ നിന്നും തിരികെ പോന്നു. ശ്രീദേവി ദുബായിലുള്ള ജുമൈറ എമിറേറ്റ്സ് ടവർ 56 നിലയും 400 റൂമുമുള്ള ഹോട്ടലിലേക്ക് ശ്രീദേവി മാറി താമസിച്ചു. ഇനിയുള്ള കാര്യത്തെക്കുറിച്ച് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ 24 ഭർത്താവ് തിരികെ എത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. 24 രാത്രി 11:30 ഹോട്ടൽ റൂമിലെ ബാത്റൂമിൽ അവർ മരിച്ചു കിടന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. ശ്രീദേവിയുടെ മരണം അമ്പരപ്പോടെയും ഞെട്ടലോടെയുമാണ് ഇന്ത്യൻ ജനസമൂഹം കേട്ടത്. ആ മരണത്തെക്കുറിച്ച് പല പല ഭാവനകളും അതിൽ നിന്നുണ്ടായ പല പല നിഗമനങ്ങളിലും എത്തി നിരവധി കഥകൾ പ്രചരിക്കാനും തുടങ്ങി. അതിൽ ഏറ്റവും മുൻപിൽ നിന്നത് ശ്രീദേവിയുടെ പേരിൽ 200 കോടി രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. അത് തട്ടിയെടുക്കാൻ ഭർത്താവ് ഒരുക്കിയ കെണി എന്നതായിരുന്നു. ചിലർ അതിന് എതിർവാദവുമായി എത്തി. പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലുമോ? ശ്രീദേവി ഒരു ഉദ്ഘാടനത്തിന് പോയി ഒരു റിബൺ മുറിച്ചാൽ കോടികളാണ് അവർക്ക് കിട്ടുന്നത്. എന്തായാലും ബോണി കപൂറിനെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർച്ചയായ 48 മണിക്കൂർ അതികഠിനമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. നുണപരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയവും നൂതനവുമായ അന്വേഷണമാണ് നടത്തിയിരുന്നത്. ഒടുവിൽ ദുബായ് പോലീസ് വിധി എഴുതി ഇതൊരു സ്വാഭാവിക മരണമാണെന്ന്. മരണം ഹാർട്ട് അറ്റാക്ക് മൂലമാണെങ്കിലും
അതിലേക്ക് നയിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അതിൽ പ്രധാനം ശ്രീദേവിയുടെ ഡയറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. ഭക്ഷണം തീരെ കഴിക്കില്ലായിരുന്നുവെന്നും ചില ദിവസങ്ങളിൽ പട്ടിണി കിടക്കുമായിരുന്നുവെന്നും ചിലർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. കഠിനമായ ഡയറ്റിങ്ങിന്റെ ഫലമായി അവർ ലോ BP-യിലേക്ക് കടക്കുകയും ബ്ലാക്ക് ഔട്ടായി വീഴാറുമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവർ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച റൂമിൽ അബോധാവസ്ഥയിൽ വീണ് കിടന്നിരുന്നു എന്ന് തെലുങ്ക് നടൻ നാഗാർജുന വെളിപ്പെടുത്തുകയുണ്ടായി. ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ സ്ലിം ബ്യൂട്ടി ആകാനുള്ള ശ്രമത്തിൽ യൂട്യൂബ് കണ്ട് ഡയറ്റ് ഫോളോ ചെയ്ത് പട്ടിണി കിടന്ന് ജീവൻ നഷ്ടപ്പെട്ട സംഭവം നമ്മൾ കേട്ടതല്ലേ. സൗന്ദര്യവർദ്ധനവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന പെൺകുട്ടികളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ആരോഗ്യത്തിന് വേണ്ട നല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം ലഭിക്കുന്ന സൗന്ദര്യം മതി. മനസ്സിന് സന്തോഷവും സമാധാനവും നല്ല ചിന്തയും പ്രവൃത്തിയും ഒക്കെ ഉണ്ടായാൽ സൗന്ദര്യം തനിയെ അങ്ങ് വന്നുകൊള്ളും. ഒരിക്കൽ പോലും ഇടറി വീഴാതെ, തളർച്ച അറിയാതെ, കണ്ണ് നിറയാതെ, ഉള്ളു വിങ്ങാതെ, തോറ്റുപോകാതെ ജീവിതമെന്ന അധ്യായം പൂർണ്ണമാക്കാൻ ആർക്കും കഴിയില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം.